എല്ലാവരുടെ അഭിനയമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. കോമഡി മാത്രമല്ല, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് അതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ അഭിനയം നന്നായിട്ടുണ്ടായിരുന്നു. അതെ, മറിമായം ടീമായിരുന്നു. നമ്മൾ ആ 30 മിനിറ്റ് തിരക്കുള്ള ഒരു മിനി സ്ക്രീനിലെ കണ്ടന്റ് അവർ സിനിമയായിട്ട് കൊണ്ടുവന്നപ്പോൾ എല്ലാം ഒരു നന്നായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മറിമായം ടീമായതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അവർ പറയും പോലെ കോമഡി സെറ്റ് ആ ഒരു പാറ്റേൺ തന്നെയാണ് അവസാനം. പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ആണ്. നമ്മളിപ്പോൾ ഈ സീരിയലും സിനിമയും തമ്മിൽ 2 ലെവലിലാണ് മേക്ക് ചെയ്യേണ്ടത്. അവരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സമ്മതിച്ചു പറ്റും. അവർക്കൊരു കൺഗ്രാജുലേഷൻ കൊടുക്കണം. കാരണം സീരിയൽ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പടം എടുക്കാൻ പറ്റില്ല, സിനിമ ചെയ്യുമ്പോൾ സീരിയൽ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫ്രെയിംസും കാര്യങ്ങളൊക്കെ പക്കാ സിനിമ ഫ്രെയിം തന്നെയാണ്. അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് അതിൻ്റെ ഡയറക്ടേഴ്സ് 2 പേർക്കും പിന്നെ സ്ക്രിപ്റ്റും തന്നെയാണ്. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്ന സിനിമയുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം ജന നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. അതും ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയും ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൽ കൺവേ ചെയ്യുന്നത്. എപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം നമ്മൾ എന്താ പറയുക, ജനങ്ങളുടെ നന്മയ്ക്ക് ഉപയോഗിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിൽ കൺവേ ചെയ്തേക്കുന്നത്. പെർഫോമൻസ് സൈഡ് എല്ലാം കൊള്ളാം, ഓവറോൾ നമുക്ക് കണ്ടിരിക്കാം. കോമഡി കാര്യങ്ങളൊക്കെ കൊള്ളാം, ഒരു സെറ്റേർ തന്നെയാണ്. കൊള്ളം, കുഴപ്പമില്ല. ഒരു മറിമായത്തിൻ്റെ അതേ ഒരു വൈബിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ പോലെ തോന്നി. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് തോന്നി. ഒരുവിധം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പൊളിറ്റിക്കൽ സെറ്റേഴ്സൊക്കെ ഉണ്ട്. കോമഡിയാണ്, ഒരു ജനറൽ കോമഡിയാണ്. ഓക്കെ, അതിനുപരി ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ് പ്രധാനമായിട്ട്. മറിമായ അതേ ആ ഒരു ഇത് തന്നെയാണ്. ഓക്കെ, എന്നാൽ അതിനെ സിനിമാറ്റിക് ആക്കാൻ അവർ കുറേ കൂടി ശ്രമിച്ചിട്ടുണ്ട്. പെർഫോമൻസുകൾ എല്ലാവരുടെയും നല്ലതായിരുന്നു. ഓക്കെ, ദ മെയിൻ മോട്ടിവേഷൻ ടു കം ഹിയർ ഈസ് മറിമായം ടീം ആയതുകൊണ്ട്. ആൻഡ് അവരിങ്ങനെ ഒരു മൂവി ആയിട്ട് ഇങ്ങനെ എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഹാവ് നോട്ട് ഡിസപ്പോയിൻറ്റഡ്. വളരെ നല്ലതായിരുന്നു. മ്യൂസിക് വളരെ നല്ലതായിരുന്നു. റിയലി ഹാഡ് എ വണ്ടർഫുൾ ടൈം. നൈസ് മൂവി, മസ്റ്റ് വാച്ച് ഫോർ യങ്സ്റ്റേഴ്സ്. കോമഡിയെല്ലാം നല്ലതായിട്ടുണ്ട്. ആൻഡ് നല്ല ഡീപ്പായിട്ട് ഒരു റിയാലിസം ഒന്നുണ്ട് ആ വില്ലേജ് എന്ന് കാണിക്കുന്നത്. ഇന്ത്യയുടെ റിയാലിറ്റിയാണ് അത് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് എ മെസ്സേജ്. ഐ തിങ്ക് യങ്സ്റ്റേഴ്സ് അതാണ് പറയുന്നത്. എല്ലാവരും കമ്പൽസറിലി ദേ ഷുഡ് സീ. എപ്പോഴും ഒരു ഡാൻസും ഇതൊക്കെ ആയിട്ടുള്ളതല്ലാതെ ഇങ്ങനത്തെ സിനിമകളും വരണം. ഒരു നാടിൻ്റെ കുറേ പ്രശ്നങ്ങളും അതിന് പരിഹരിക്കാൻ വേണ്ടി ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും അദ്ദേഹം അതിൽ ചെയ്യുന്ന ത്യാഗങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഒരു വിഷയമാണ് ഈ സിനിമ. അതിന് നല്ല മെസ്സേജ് തരുന്ന സിനിമയാണ്. കണ്ടിരിക്കാൻ ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ അത്യാവശ്യം തമാശയുണ്ട്, കുടുംബ ബന്ധങ്ങളുടെ ചില മുഹൂർത്തങ്ങളും ഉണ്ട്. എല്ലാം കൂടെ നല്ല മെസ്സേജ് തരുന്ന നല്ല ഒരു സിനിമ. ബോറടിക്കാതെ നോക്കാം, കോമഡിയാണ്.